നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം മത്തങ്ങയും ചുമന്ന പയറും കൂടെ ഇട്ടിട്ട് നല്ല സൂപ്പർ മത്തങ്ങ എരിശ്ശേരി ഞാനിന്ന് ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് മത്തങ്ങ എരിശ്ശേരി, പംകിൻ എരിശ്ശേരി. വെൽക്കം ടു ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ്. ഇത് ഞാൻ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് മത്തങ്ങയും ഒരു ഏത്തക്കായും കൂടി അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. മത്തങ്ങയും ഒരു ഏത്തക്കായും ചുമന്ന പയറും കൂടിയിട്ടിട്ടാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ചേനയുണ്ടെങ്കിൽ ഒരു കഷ്ണം ചേനയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ രുചിയായിരിക്കും. ഇത് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കപ്പ് ചുമന്ന പയർ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ഉണങ്ങിയ പയറാണ്. ഇത് നമുക്ക് ഇനി ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ വറുത്തിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നന്നായി കഴുകി മത്തങ്ങയുടെ കൂടെ ഇട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് ഞാൻ പയർ ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ വറുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഇനി ഈ പയറും കായും മത്തങ്ങയും കൂടി ഈ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊരു 3 വിസിലാകുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ അരമുറി തേങ്ങ ചിരണ്ടിയത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ചെറു തീയിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞോണം ചെറു തീയിൽ ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളറായി. ഇത് ചെറു തീയിൽ വേണം ഇത് വറുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങ റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം, അത് തണുക്കാനായിട്ട്. ഇത് അരമുറി പച്ചത്തേങ്ങ. ഈ അരമുറി പച്ചത്തേങ്ങയെ നമ്മൾ വറുത്ത തേങ്ങയിൽ നിന്ന് പകുതിയും 1/2 ടീസ്പൂൺ ജീരകവും ഒരു കൊച്ചു കഷ്ണം ചെറിയ ഉള്ളിയും കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഈ പകുതി വറുത്ത തേങ്ങ നമ്മുടെ കറി റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പയറും മത്തങ്ങയും കായും വെന്തു. ഞാൻ കുക്കറിൽ നിന്ന് അത് മാറ്റി ഈ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇതിൽ ഇത്തിരി വെള്ളം കുറവാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പ് കറിയും കൂടി നന്നായി തിളക്കട്ടെ. ഇത് തിളച്ചു. ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് കണ്ടോ, വെള്ളമൊന്നും അധികമില്ല, വെള്ളം ആവശ്യത്തിനുള്ളൂ. ഇനി ഇത് ഇരുന്നും കുറച്ച് കുറുകുന്നതായിരിക്കും. ഇത് വെന്തു. സ്റ്റൗ ടേൺ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 4 ചെറിയ ഉള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഈ ചെറിയ ഉള്ളി വറുത്തിടുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഉള്ളി മൂക്കുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം.
ഉള്ളി ഒരുവിധം മൂത്ത് ഇതിലേക്ക് 4 വത്തലമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ കടുക് വറുത്തത് റെഡിയായി. ഈ കടുക് വറുത്തത് ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല രുചിയുള്ള മത്തങ്ങ എരിശ്ശേരി റെഡിയായി. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി മത്തങ്ങ എരിശ്ശേരി റെഡിയായി. ഞാൻ കുറച്ച് വറുത്ത തേങ്ങ അതിൻ്റെ മുകളിലിട്ട് ഗാർണിഷ് ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്യണം. ഞാൻ എന്നും പറയും പോലെ എന്നിട്ട് കമൻറ്റ് പറയണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you for watching. Please don't forget to subscribe my channel.